ദെൻ കമ്മിങ് ടു മൊഡ്യൂൾ 2 നമ്മൾ ഫസ്റ്റ് സെഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിഗ്ബാർ എക്സിയിൽ നമ്മൾ ചെയ്തിരിക്കുന്ന എല്ലാ പ്രോഗ്രാമിങ്ങും വരും. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ ക്ലാസ്സിൽ ചെയ്യിച്ചിട്ടുള്ളതും ആയിട്ടുള്ള റിലേറ്റ് ചെയ്തിരിക്കുന്ന പ്രോഗ്രാംസ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ കേട്ടോ. ഇവിടെ നമ്മുടെ അറേയുടെ കേസും ഇൻപുട്ട് ഔട്ട്പുട്ട് ഫംഗ്ഷൻസിൻ്റെ കേസിലുള്ള പ്രോഗ്രാംസും നമ്മൾ നോട്ടിൽ തന്നിട്ടുണ്ട്. അത് നമ്മുടെ ട്യൂട്ടോറിയൽ അവറിലുള്ള ഡിസ്കഷന് വേണ്ടി മാറ്റി വെച്ചിരിക്കുക. അപ്പോൾ അതിന് ശേഷം ഇനിയൊരു അസസ്മെൻ്റ് ഉള്ള സമയത്ത് നമ്മൾ അത് യൂസ് ചെയ്യാം. അതൊക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ സിഗ്ബാർ എക്സിയുടെ എല്ലാ ബേസിക് പ്രോഗ്രാംസും ഇപ്പോൾ നമ്മൾ ക്യാരക്ടറിനെ റീഡ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ ഒരു രണ്ട് ന്യൂമറിക്കൽ വാല്യൂസിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാനും ആഡ് ചെയ്യാനും അതിനെ സബ് ഡിവൈഡ് ചെയ്യാനും അതിൻ്റെ കോൺസ്റ്റന്റ് ഫാക്ടറിനെ കണ്ടുപിടിക്കാനും ഒക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ബോത്ത് ദ കേസസ് ഓഫ് സിഗ് ആൻഡ് സിഗ്ബാർ എക്സി. അപ്പോൾ അത് രണ്ടും കമ്പയർ ചെയ്ത് പഠിക്കണം. കാര്യം നിങ്ങൾക്കുള്ള സെക്കൻഡ് മൊഡ്യൂളിലുള്ള ഒരു എസ്സേ കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ ദിസ് പ്രോഗ്രാം. ഓക്കെ, ഈ പ്രോഗ്രാംസിൻ്റെ ബേസിസിൽ മാത്രമാണ് നമ്മൾ ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് പ്രോഗ്രാം പഠിക്കാത്തൊരു കുട്ടിക്ക് ഉറപ്പായിട്ടും ഒരു 14 മാർക്സ് അല്ലെങ്കിൽ ഒരു എസ്സേ നിങ്ങൾക്ക് മിസ് ചെയ്തിരിക്കും. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന എല്ലാ പ്രോഗ്രാംസും ജസ്റ്റ് കോൺസെപ്റ്റ് മനസ്സിലാക്കി തന്നെ പഠിക്കുക. കാര്യം അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തേക്കുന്ന രീതിയിൽ പ്രോഗ്രാംസ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വൈറ്റ് സ്ട്രിങ്ങിൻ്റെ കേസ്, അതൊക്കെ അറേസ് വരുന്ന കേസാണ്. അതൊന്നും നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടില്ല. സോ യു ക്യാൻ ലീവ് ഓൾ ദീസ് തിങ്സ്. ഈ അറേസിൻ്റെ കേസൊന്നും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട, അതൊന്നും നിങ്ങളിപ്പോൾ അതിനെപ്പറ്റി തിങ്ക് ചെയ്യുക വേണ്ട. അതേപോലെ തന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടുള്ള ഇൻപുട്ട് ഡിവൈസസിൽ നിന്ന് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്ന ആ ഒരു മോഡ് ഓഫ് ഓപ്പറേഷൻസ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടില്ല. ഉണ്ടെന്നറിയാം, പക്ഷേ എങ്ങനെയാണ് അത് ചെയ്യുന്നത് എന്നുള്ളത് പ്രോഗ്രാം എന്നുള്ളത് ഡിസ്കസ് ചെയ്തിട്ടില്ല. സോ അത് നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഓക്കെ, ആ സെഷൻസ് എല്ലാം നിങ്ങൾ സ്കിപ്പ് ചെയ്തോ. ദെൻ കമ്മിങ് ടു ഒരു ഷുവർ ക്വസ്റ്റ്യൻ പറയാം. അസംബ്ലറിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. ഓക്കെ, ഇത് ഉറപ്പായിട്ടും പഠിച്ചിരിക്കുക. അപ്പോൾ ബേസിക് ഫങ്ഷൻസ് ഓഫ് ആൻ അസംബ്ലർ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി സിസ്റ്റർ സോഫ്റ്റ്വെയറിൽ അസംബ്ലറിനെ പറ്റി പറഞ്ഞു. അപ്പോൾ അത് ഒരു 5 പോയിൻറ്റ്സ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും വെച്ചിട്ടൊരു 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സോ നമുക്കറിയാം, ഫസ്റ്റ് നമുക്കൊരു ഇൻസ്ട്രക്ഷൻ തരുവാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അസംബ്ലി കോഡ്സ് ജനറേറ്റ് ചെയ്യുന്നതാണ് അസംബ്ലർ എന്നറിയാം. അപ്പോൾ അതിനകത്ത് അവർ ഫസ്റ്റ് പോയിന്റിൽ തന്നിരിക്കുന്നത് ആ ഇൻസ്ട്രക്ഷനകത്തുള്ള ഓപ്പറേഷൻസിനെ നമ്മൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഓപ്പറേഷൻസ് എന്ന് പറയുമ്പോഴേക്കും അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ അങ്ങനെയൊക്കെയുള്ള ഓപ്പറേഷൻസ് ഇല്ലേ. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെഷീൻ ലാംഗ്വേജിനെ ജനറേറ്റ് ചെയ്യണം. അതായത് ഓപ്പറേഷൻ കോഡ്, അതായത് ഓപ്പറേഷൻസ്, നിമോണിക് ഓപ്പറേഷൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലാംഗ്വേജസ്, മെഷീൻ ലാംഗ്വേജ് ഈക്വലൻസിനെ ജനറേറ്റ് ചെയ്യേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണ്? ഇറ്റ്സ് ദ ഡ്യൂട്ടി ഓഫ് അസംബ്ലർ. ദെൻ കമ്മിങ് ടു ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് എന്ത് കാണും? ഓപ്പറാൻസ് ഉണ്ടായിരിക്കും. ഒരു ഇൻസ്ട്രക്ഷനകത്ത് ഓപ്പറാൻസും കാണും, പിന്നെന്തായിരിക്കും? ഓപ്പറേഷൻസും ഉണ്ടായിരിക്കും അല്ലേ. സോ നെക്സ്റ്റ് വി ആർ മൂവിങ് ഓൺ ടു ദ കേസ് ഓഫ് സിംബോളിക് ഓപ്പറാൻസ്. ആ ഓപ്പറാൻസിനെ നമ്മൾ എന്ത് ചെയ്യും? അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെഷീൻ അഡ്രസ്സസ് കൊടുക്കണം. ഓരോ ഓപ്പറാൻസിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്ത് ചെയ്യണം? മെഷീൻ അഡ്രസ്സസ് കൊടുക്കണം. ഓക്കെ, അപ്പം ഇവിടെ നോക്കിക്കേ, RET ADR എന്ന് പറഞ്ഞാൽ എന്താണ്? റിട്ടേൺ ടു എ പർട്ടിക്കുലർ അഡ്രസ്സ് എന്നാണ് പറയുന്നത്. റിട്ടേൺ ടു 1033. ഈ ഒരു പർട്ടിക്കുലർ അഡ്രസ്സിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം? ഇതൊരു ജമ്പ് ഇൻസ്ട്രക്ഷൻ്റെ കേസാണ് പറയുന്നത്. റിട്ടേൺ ടു അഡ്രസ്സ് 1033. അപ്പോൾ ഓരോ ഇതിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്ത് ചെയ്യണം? നമ്മൾ മെഷീൻ അഡ്രസ്സസ്, അതായത് റിട്ടേൺ ടു ഒരു പർട്ടിക്കുലർ അഡ്രസ്സ് പറയുന്ന സമയത്ത് ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൊക്കേഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? പോയിൻറ്റഡ് ആയിട്ട് നിൽക്കണം. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അതൊരു ലിങ്ക് ഉണ്ടായിരിക്കണം. അത് കൊടുക്കുന്നത് ആരാണ്? ആ ലിങ്ക് പ്രോസസ്സ് ചെയ്യുന്നവരാണ് അസംബ്ലർ. ഓക്കെ, ദെൻ കൺവേർട്ട് ദ ഡേറ്റ കോൺസ്റ്റൻസ് ഇൻ ഇൻറ്റേർണൽ മെഷീൻ റെപ്രസെൻറ്റേഷൻസ്. ഇനി നമ്മളുള്ള ഡേറ്റ, ആ ഓപ്പറൻസിനെ നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മൾ ഡേറ്റ എടുക്കുകയാണെങ്കിൽ ആ ഡേറ്റ ടു ദ ഇൻറ്റേർണൽ മെഷീൻ റെപ്രസെൻറ്റേഷനിലേക്ക് അതിനെ മാറ്റണം. അപ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് എക്സാമ്പിൾ പറയുവാണെങ്കിൽ എൻഡ് ഓഫ് ലൈൻ, EOF എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നമ്മുടെ ലൈനോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഫയൽ സെക്ഷനോ എൻഡ് ആവും അല്ലേ. ഇത് എൻഡിനെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ എൻഡിന് വേണ്ടിയിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു മെഷീൻ റെപ്രസെൻറ്റേഷനാണ് 45, 4F, 46. ഇതെല്ലാം ഹെക്സാ വാല്യൂസ് ആണ്. അപ്പോൾ അതിനെന്ത് ചെയ്യണം? അതിനെ അവിടെ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ ഇൻസ്ട്രക്ഷൻ മാത്രമേ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഡേറ്റ കോൺസ്റ്റൻറ്റിൻ്റെ ഒരു നിമോണിക് റെപ്രസെൻറ്റേഷനെ നമ്മൾ കൊടുത്തിട്ടുണ്ടാവത്തുള്ളൂ. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെഷീൻ റെപ്രസെൻറ്റേഷനെ ജനറേറ്റ് ചെയ്ത് വെക്കുന്നത് ആരുടെ ഡ്യൂട്ടിയാണ്? അസംബ്ലറിൻ്റെ ഡ്യൂട്ടിയാണ്. അപ്പോൾ നമുക്ക് ഒരു ഓപ്പറേഷൻ കൊടുക്കുക അല്ലെങ്കിൽ ഒരു സിമ്പിൾ ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണെങ്കിൽ അതിലുള്ള ഓപ്പറേഷൻ കോഡിന് മെഷീൻ ലാംഗ്വേജ് ഈക്വലൻസിനെ ജനറേറ്റ് ചെയ്യണം. ഓപ്പറൻസിന് എന്ത് ചെയ്യണം? കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെഷീൻ അഡ്രസ്സസ് നമ്മൾ ജനറേറ്റ് ചെയ്യണം. ദെൻ ഡേറ്റ കോൺസ്റ്റൻസ് യൂസ് ചെയ്യുന്നെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻറ്റേർണൽ മെഷീൻ റെപ്രസെൻറ്റേഷൻസ് എന്തൊക്കെയാണോ ഉള്ളത് അത് നമ്മൾ ജനറേറ്റ് ചെയ്യണം. അത് ആരാ ചെയ്തെല്ലാം? അസംബ്ലറിൻ്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ,
Then based on this build the machine instructions in the proper format. Okay, അപ്പോൾ നമ്മുടെ മെഷീൻ ഇൻസ്ട്രക്ഷൻ അകത്തുന്നുണ്ട് ഓപ്പറേഷൻസ് ഉണ്ട്, ഓപ്പറാൻഡ്സ് ഉണ്ട്, കോൺസ്റ്റൻസ് ഉണ്ട്. ഇതിനെല്ലാം കറസ്പോണ്ടിങ് ആയിട്ടുള്ള അസൈൻമെൻറ്റ്സ് കൊടുക്കുക ബൈ വിച്ച് വി ആർ ബിൽഡിംഗ് ദ മെഷീൻ ഇൻസ്ട്രക്ഷൻസ് ഇൻ ദ പ്രോപ്പർ ഫോർമാറ്റ്. ഓക്കെ, അത് നോക്കി. ദെൻ റൈറ്റ് ദ ഒബ്ജക്റ്റ് പ്രോഗ്രാം ആൻഡ് ദ അസംബ്ലി ലിസ്റ്റിംഗ്. അസംബ്ലി ലിസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് പ്രോഗ്രാമും നമ്മൾ ജനറേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും, നമ്മളൊരു അഡ്രസ് ട്രാൻസ്ലേഷൻ കൊടുത്തിട്ടുണ്ട്, ആ അഡ്രസ്സും അതിൻ്റെ ട്രാൻസ്ലേറ്റഡ് വാല്യൂ, പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു ലേബിൾ യൂസ് ചെയ്തിട്ടുണ്ട്, ആ ലേബിളിനെ പറ്റിയിട്ടുള്ള സ്പെസിഫിക്കേഷൻ, അതായത് അതിൻ്റെ റോ വാല്യൂ, അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ. പിന്നെ അതേപോലെ നമ്മൾ കമൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കമൻസ് അതേപോലെ നമ്മളിപ്പം ആദ്യം നമ്മൾ കൊടുക്കുന്ന ഡേറ്റ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അസംബ്ലി കോഡ്സ്, ഇത് നമ്മളുടെ നോർമൽ ഇത് എന്താണ്, ഒരു നിമോണിക് ഇൻസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് എഴുതിയേക്കാന്ന് വെച്ചു, അല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രാം അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അസംബ്ലി, അല്ലെങ്കിൽ നമ്മുടെ അസംബ്ലി ഇൻസ്ട്രക്ഷൻസ് എല്ലാം ലിസ്റ്റ് ഔട്ട് ചെയ്ത് എല്ലാ അഡ്രസ് മാപ്പിങ്ങും എല്ലാം നടത്തി ഈ ഫുൾ ഇൻഫർമേഷൻസിനാണ് നമ്മൾ അസംബ്ലി ലിസ്റ്റിംഗ് എന്ന് പറയുന്നത്. അസംബ്ലി ലിസ്റ്റിംഗ്. ഓക്കെ, ഈ അസംബ്ലി ലിസ്റ്റിംഗ് പ്രിപ്പയർ ചെയ്ത് തരികയാണ് ആരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്, നമ്മളുടെ അസംബ്ലറുടെ ഡ്യൂട്ടി അലോങ് വിത്ത് ദിസ് ഒബ്ജക്റ്റ് പ്രോഗ്രാം. ഓക്കെ, സോ ഒബ്ജക്റ്റ് പ്രോഗ്രാമും സോഴ്സ് പ്രോഗ്രാമിനെ ഒബ്ജക്റ്റ് പ്രോഗ്രാമായിട്ട് കൺവേർട്ട് ചെയ്യുന്നു ആൻഡ് ഇറ്റ്സ് പ്രൊഡ്യൂസിങ് ഇത് അസംബ്ലി ലിസ്റ്റിംഗ്. ദാറ്റ് ഈസ് ലിസ്റ്റിംഗ് ഔട്ട് ഓൾ ദ തിങ്സ്, ഈച്ച് ആൻഡ് എവറിത്തിങ് ആരാ ചെയ്യുന്നത്, അസംബ്ലർ ചെയ്യണം. ഓക്കെ, ദെൻ ഇത് കൂടാണ്ട് തന്നെ അസംബ്ലർ ഡയറക്റ്റീവ്സിനെ പ്രോസസ്സ് ചെയ്യേണ്ടതും ആരുടെ ഡ്യൂട്ടിയാണ്, അസംബ്ലറിൻ്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, സോ ഒരു ഇൻസ്ട്രക്ഷനകത്തുള്ള സാധനങ്ങളാണ് നിമോണിക് ഓപ്പറേഷൻസ്, സിംബോളിക് ഓപ്പറാൻസ്, ദെൻ നമ്മൾ യൂസ് ചെയ്തേക്കുന്ന ഡേറ്റ കോൺസ്റ്റൻസ്, അതിനെല്ലാം അസൈൻമെൻറ്റ്സ് കൊടുക്കണം. അതേപോലെ തന്നെ മെഷീൻ ഇൻസ്ട്രക്ഷൻസിനെ പ്രോപ്പർ ഫോർമാറ്റിൽ ജനറേറ്റ് ചെയ്ത് തരും. അതേപോലെ തന്നെ എന്ത് ചെയ്യണം, ഒബ്ജക്റ്റ് പ്രോഗ്രാംസും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അസംബ്ലി ലിസ്റ്റിങ്ങും ജനറേറ്റ് ചെയ്യേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണ്, അസംബ്ലറുടെ ഡ്യൂട്ടിയാണ്. ഓക്കെ, അതുകൂടാണ്ട് അസംബ്ലർ ഡയറക്റ്റീവ്സിനെ പ്രോസസ്സ് ചെയ്യുന്നത് ആരുടെ ഡ്യൂട്ടിയാണ്, അസംബ്ലറുടെ ഡ്യൂട്ടിയാണ്. അസംബ്ലർ ഡയറക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ അസംബ്ലറിന് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ആണ് അല്ലേ. അപ്പോൾ നോക്കിക്കേ, ഒരു അസംബ്ലർ ഡയറക്റ്റീവിന് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് മൊഡ്യൂളിൽ അസംബ്ലർ ഡയറക്റ്റീവ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കി. ബേസ്ഡ് ഓൺ സിക് ആൻഡ് സിക് ബാർ എക്സ് ഈ ആർക്കിടെക്ചർ നമ്മൾ പഠിച്ചു. സോ റിസർവ് ബൈറ്റ്, റിസർവ് വേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, വി ആർ ഇൻസ്ട്രക്റ്റിംഗ് ദ അസംബ്ലർ ടു റിസർവ് എ മെമ്മറി ലൊക്കേഷൻ വിത്തൗട്ട് ജനറേറ്റിംഗ് ഡേറ്റ വാല്യൂസ്. ഓക്കെ, അതാണ് റിസർവ് ബൈറ്റും റിസർവ് വേർഡും. ഇനി നമ്മൾ ബൈറ്റ് ആൻഡ് വേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, we are directing the assembler to generate കോൺസ്റ്റൻസ് ആസ് പാർട്ട് ഓഫ് ദ ഒബ്ജക്റ്റ് പ്രോഗ്രാം അല്ലേ. ഇപ്പോൾ ബൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഇൻറ്റീജർ വാല്യൂവിനെ അവിടെ പ്ലേസ് ചെയ്യുന്നുണ്ടാവും. വേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളുടെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള അല്ലേ. അപ്പോൾ സോ നമ്മൾ എങ്ങനെയാണോ നമ്മളുടെ ഡേറ്റയെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അതേ രീതിയിൽ നമുക്ക് എന്ത് വേണം, നമ്മൾ ഇൻസ്ട്രക്ഷൻസ് അസംബ്ലർ ഡയറക്റ്റീവ്സ് നമ്മൾ പാസ് ഓൺ ചെയ്യുന്നുണ്ട് ആണല്ലോ. സോ റിസർവ് ബൈറ്റും ഉണ്ട്, റിസർവ് വേർഡും ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ബൈറ്റും ഉണ്ട്, വേർഡും ഉണ്ട്. ഓൾ ദീസ് ഫങ്ഷൻസ്. ഓക്കെ, സോ ഇത്രയാണ് ആരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്, ഫങ്ഷൻസ് ഓഫ് ആൻ അസംബ്ലർ എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇത് നമ്മളുടെ ഒരു ഷോർട്ട് ക്വസ്റ്റ്യനാണ്. അതേപോലെ തന്നെ ഉള്ള വേറൊരു ഷോർട്ട് ക്വസ്റ്റ്യനാണ് ഫോർവേഡ് റെഫറൻസസ്. ഫോർവേഡ് റെഫറൻസസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം, നമ്മൾ നേരത്തെ കൂട്ടി കാര്യങ്ങൾ പറയുന്നതിനാണ് ഇതെന്ന് പറയുന്നത് ഫോർവേഡ് റെഫറൻസസ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഇപ്പം ശരിക്കും നമ്മൾ ഈ പ്രോഗ്രാം എഴുതുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, നോർമലി നമ്മൾ സിയിൽ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് നമ്മൾ വേരിയബിൾസ് ഒക്കെ യൂസ് ചെയ്യുവാണെങ്കിൽ ദാറ്റ് മസ്റ്റ് ബി ഡിക്ലെയർഡ് ബിഫോർ ഇറ്റ് ഈസ് യൂസ്ഡ് നമ്മളൊരു കണ്ടീഷൻ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതേസമയം നമ്മളിപ്പോൾ അസംബ്ലർ ഇപ്പോൾ സിക്കാലും സിക് ബാർ എക്സിയിലും നമ്മൾ എഴുതുന്ന പ്രോഗ്രാംസ് ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ചെയ്യാനുള്ള ആക്ച്വൽ കോഡ് സെഗ്മെൻറ്റ്സ് എല്ലാം എഴുതി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിൽ യൂസ് ചെയ്യുന്ന വേരിയബിൾസിനെ പറ്റിയിട്ട് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു പ്രോസസ്സാണ് എന്ന് പറയുന്നത് ഫോർവേഡ് റെഫറൻസസ് എന്ന് പറയുന്നത്. സോ നോക്കിക്കേ, ഇഫ് വി അറ്റംപ്റ്റ് ടു ഈ ഒരു പ്രോഗ്രാം നോക്കാം. സോ നമ്മളൊരു ലൊക്കേഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ദെൻ ബീറ്റ എന്നുള്ള വാല്യൂ ലോഡ് ചെയ്തു, അതിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു, എന്നിട്ട് മൾട്ടിപ്ലൈയിങ് ഇറ്റ് വിത്ത് ഗാമ, എന്നിട്ട് സ്റ്റോറിങ് ദ റിസൾട്ട് ഇൻ ആൽഫ. ഓക്കെ, അപ്പോൾ നമ്മൾ ബീറ്റയും ആൽഫയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ബീറ്റയും ഗാമയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആൽഫയിൽ നമ്മൾ സ്റ്റോർ ചെയ്തു. പക്ഷേ ഇവിടെ നോക്കിക്കേ, എന്താണ് ബീറ്റ, എന്താണ് ഗാമ, എന്താണ് ആൽഫ എന്നൊന്നും നമുക്ക് ആ ഒരു സമയത്ത് അറിയത്തതേയില്ല. എപ്പോഴാണ് ഈ ബീറ്റ എന്താണെന്നും ആൽഫ എന്താണെന്നും ഗാമ എന്താണെന്നും ഒക്കെ ഡിഫൈൻഡ് ആവുന്നത് എപ്പോഴാണ്, ലേറ്ററാണ് അല്ലേ. സോ ഇതൊരു ഫോർവേഡ് റെഫറൻസ് ആണെന്ന് പറയാം. ഓക്കെ, സോ ഇഫ് യു അറ്റംപ്റ്റ് ടു ട്രാൻസ്ലേറ്റ് ദ പ്രോഗ്രാം ലൈൻ ബൈ ലൈൻ, നമ്മളിപ്പം ഓരോ പ്രോഗ്രാമിൻ്റെ ഫസ്റ്റ് സെക്ഷൻ തൊട്ട് നമ്മളിങ്ങനെ നോക്കി വരുവാണെന്നുണ്ടെങ്കിൽ വി വിൽ ബി അൺഏബിൾ ടു പ്രോസസ് ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ബിക്കോസ് വി ഡോണ്ട് നോ ദ അഡ്രസ് ദാറ്റ് വിൽ ബി അസൈൻ ടു ബീറ്റ. നമുക്ക് ബീറ്റയെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നേരത്തെ അറിയത്തില്ല. ലൈൻ ബൈ ലൈനാണ് നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നത്, കറസ്പോണ്ടിങ് ലൈൻ ബൈ ലൈനായിട്ട് നമ്മൾ ആ പ്രോഗ്രാമിനെ കോൺകർ ചെയ്യുന്നെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ സോൾവ് ചെയ്യുന്നെങ്കിൽ നമുക്ക് ഈ ലൊക്കേഷൻസ് ഒക്കെ നമുക്ക് അൺഅവെയർ അല്ലേ, അല്ലെങ്കിൽ ഈ വേരിയബിൾസ് ഒക്കെ നമുക്ക് എന്താണ് അൺഅവെയർ ആണ്.
അപ്പോൾ ഇതിനാണ് നമ്മൾ ഫോർവേഡ് റെഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻസ് ആയിട്ടാണ് നമ്മൾ 2 പാസസിൽ കൂടെ അല്ലെങ്കിൽ 2 സ്റ്റേജസിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യും, ഒരു പ്രോഗ്രാമിനെ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിൻ്റെ സൊല്യൂഷനിലേക്ക് ജനറേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ 2 സ്റ്റേജാക്കി ഡിവൈഡ് ചെയ്യും. അതിനെയാണ് നമ്മൾ പാസ് 1 ആൻഡ് പാസ് 2 അസംബ്ലർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് പാസിൽ ചെയ്യുന്നത് സ്കാൻ ദ സോഴ്സ് പ്രോഗ്രാം ഫോർ ദ ലേബിൾ ഡെഫിനിഷൻസ് ആൻഡ് അസൈൻ അഡ്രസ്സസ്. ഓക്കെ, നമ്മൾ ജസ്റ്റ് എന്തൊക്കെയാണ് പ്രോഗ്രാമിൽ യൂസ് ചെയ്തിരിക്കുന്ന ലേബിൾസ് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന പേരുകൾ, ഇപ്പോൾ ബീറ്റ, ആൽഫ, ഗാമ അതൊക്കെ എന്താണെന്നുള്ളത് നോക്കും. എന്നിട്ട് അതിന് വേണ്ടിയിട്ടുള്ള അഡ്രസ്സുകളെ നമ്മൾ എന്ത് ചെയ്യും, ആദ്യം അസൈൻ ചെയ്ത് വയ്ക്കും. ആഫ്റ്റർ ദാറ്റ് നമ്മൾ ആക്ച്വൽ നമ്മുടെ പ്രോഗ്രാമിൻ്റെ ട്രാൻസ്ലേഷൻ നടക്കുന്നത് എപ്പോഴായിരിക്കും, 2ാമത്തെ സ്റ്റേജിലായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആദ്യം നമ്മളെല്ലാം ഒന്ന് എടുത്ത് അടുക്കി പെറുക്കി വെച്ചിട്ട് പിന്നെ ആയിരിക്കും നമ്മൾ ആ പ്രോസസ്സിലേക്ക്, ആക്ച്വൽ പ്രോസസ്സിലേക്ക് നമ്മൾ മൂവ് ഓൺ ചെയ്യുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ 2 പാസ് അസംബ്ലർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താ, വാട്ട് ഈസ് ഫോർവേഡ് റെഫറൻസ് എന്ന് ചോദിക്കാം. അപ്പോൾ അത് എന്താണെന്നുള്ളത് ഇപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നത്. അത് നോർമൽ പ്രോഗ്രാമിങ്ങിൻ്റെ ഒരു എക്സിക്യൂഷൻ ലൈൻ ബൈ ലൈൻ നമ്മൾ ചെയ്തു പോകുന്ന സമയത്ത് അതിൽ നമ്മൾ യൂസ് ചെയ്തേക്കുന്ന പല ലേബൽസും എന്തായിരിക്കും, നമ്മൾ ആ ഒരു നമ്മൾ നോക്കുന്ന ഓർഡറിലാണെന്നുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് ഇൻഫർമേഷൻ കൺവേഡ് ആവത്തില്ല, ഓരോ ലേബൽസും എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്നുള്ള അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആണ് എന്ത് യൂസ് ചെയ്യുന്നത്, ഫോർവേഡ് റെഫറൻസസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫോർവേഡ് റെഫറൻസസ് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ഇതൊരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ തന്നെ ബേസിക് ഫംഗ്ഷൻസ് ഓഫ് ആൻ അസംബ്ലറും ഇമ്പോർട്ടൻ്റ് ആണ്. സെക്കൻഡ് മൊഡ്യൂളിൽ നിന്നുള്ള ഷോർട്ട് ക്വസ്റ്റ്യൻ, സെക്കൻഡ് മൊഡ്യൂളിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന എസ്സേ സെക്കൻഡ് ഹാഫിനകത്തുനിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അത് നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾക്കത് ഡീൽ ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് കിട്ടും. നിങ്ങൾ ബാക്കി 2 കാര്യങ്ങൾ നന്നായിട്ട് നോക്കിയിരുന്നാൽ മതി. പ്രോഗ്രാംസ് മസ്റ്റായിട്ട് നോക്കുക. പ്രോഗ്രാംസിനകത്ത് വന്ന് എസ്സേയുടെ ഒരു സെക്ഷൻ പ്രോഗ്രാമിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രോഗ്രാംസ് കൃത്യമായിട്ട് സിക്കും സിഗ്ബാർ എക്സിയും സെപ്പറേറ്റ് ചെയ്ത് തന്നെ പഠിക്കുക. ഓക്കെ.